ഹലോ എവരിവൺ. എന്താണ് ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് സീഫ് മോളാണ്. അവിടുന്ന് പോരുന്നെന്ന് പറയുമ്പം തൊട്ടേ ലിയാമനും ഹെയ്സലിനും നിർബന്ധമായിരുന്നു സീഫ് മോളിൽ പോകണമെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ ഇവിടുത്തെ സീഫ് മോളിൽ വന്നിട്ടില്ല. ഇത് ഇസാ ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സീഫ് മോളാണ്. അപ്പോൾ ഇവിടെ എന്തോ ട്രാമ്പിളിനോ സംതിങ് പിള്ളേർക്ക് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടെന്നുള്ളതാണ് കേൾവി. അപ്പോൾ ഞാൻ നിങ്ങളെ സീഫ് മോള് കാണിച്ചു തരാം. ഓക്കെ, ഒരു മോസ്കിൻ്റെ ടച്ചൊക്കെ ഉണ്ട് കേട്ടോ. നേരം വെളുത്തിട്ട് ഒരു ഗ്ലാസ് ചായയിൽ നിൽക്കണയാണ്, ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഈ മോളിൽ വന്നിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രഞ്ച് കഴിക്കാമെന്ന് വെച്ചുകൊണ്ട് നടക്കുന്നതാണ് കേട്ടോ. ഈ പിള്ളേർക്ക് മക്ഡൊണാൾഡ്സ് വേണമെന്ന് പറഞ്ഞു. എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലൊക്കെ കഴിക്കാം. പിന്നെ ട്രാമ്പിളിൻ അല്ല ട്രാമ്പിളിനാണ് 3.5 BD ആണ് 1 hourലേക്ക്. ഞാൻ പറഞ്ഞ പോലെ അല്ല, എൻ്റെ ആഗ്രഹം പോലെ മിഡ് കിട്ടിയില്ല. മിഡ് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഇന്നൊരു മൂടില്ല. അപ്പോൾ ഞങ്ങൾ മോളിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ടിപ്പോൾ ഇവിടെ KFC ഹാർഡീസ് ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഹാർഡീസിൽ കയറാമെന്ന് വിചാരിച്ചു. അവർ കയറിയിട്ടുണ്ട്, ഞാൻ പുറകെ പോട്ടെ. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ചൊറോസ് ഉണ്ട്, ഫ്രൈസ്, ബർഗർ. നമുക്ക് അത് ബിസിനസ് കോളാണ്. അപ്പം ഞങ്ങൾ ഫുഡ് അടിക്കട്ടെ കേട്ടോ. കഴിക്കണം. എനിക്ക് മനസ്സിലാക്കി ഇത്ര പീസ് മാത്രം. അപ്പൊ ഇത്ര പറഞ്ഞത് ഇത്ര പേരെടുത്ത് ഇത് കഴിച്ചില്ലെങ്കിൽ ഇത് കനത്ത വില കൊടുക്കേണ്ടതായിട്ട് എന്തെങ്കിലൊക്കെ നിനക്ക് കോംപ്രമൈസ് ചെയ്തിട്ട് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ബൈറ്റ് എടുക്കടാ. ഓക്കെ, leave it. I don't like. ലഞ്ചൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സീഫ് മോളിനകത്ത് തന്നെ വീട്ടിൽ കയറാണ്. എനിക്ക് പിള്ളേരെ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല ജാമ്പളിൻ അതിൽ 1 hour ടൈം കണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ അത് കളിക്കുമ്പോൾ ഞാനിവിടെ എവിടെയെങ്കിലും വല്ല മോളിലോ വല്ല ഷോപ്പിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. ട്രാംപോളിൻ അല്ലേ? രണ്ടെണ്ണത്തിന് ട്രാംപോളിന് കിട്ടി. ഞങ്ങൾ പയ്യെ ഷോപ്പിങ്ങിനായിട്ട് പോട്ടെ കേട്ടോ. 1 hour ഉണ്ട്, അവർ 1 hour ഇവിടെ സ്പെൻഡ് ചെയ്തോളൂ. ഞങ്ങൾ റെഡ് ടാഗ് കയറി. റെഡ് ടാഗിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇനി നേരെ വീട്ടിലേക്ക് സ്പീഡിൽ പോകണം. ലിയാമിന് 5 മണിക്ക് ട്യൂഷനുണ്ട്. ഇവിടുത്തെ സമയം 5 മണി, നാട്ടിലെ സമയം 7:30. അപ്പോൾ അതുകൊണ്ട് അവന് വലിയ താല്പര്യമൊന്നുമില്ല ട്യൂഷന് പോകാൻ. ഞങ്ങൾ സ്പീഡിൽ പോവണം. ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ചോർ ബസാർ എന്ന് പറയും. അതായത് പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ് ചോർ ബസാർ എന്ന് പറയുന്നത്. റോബറി നടത്തിയിട്ട്
സാധനങ്ങൾ വിൽക്കുന്നതൊരു ചീത്ത പേരുണ്ട്, പക്ഷേ സത്യത്തിൽ അതല്ലാന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. ഇവിടെ നാട്ടിൽ കുറേ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനത്തെയൊക്കെ, എനിക്കറിയില്ല വ്യക്തമായിട്ട്. അങ്ങനെ ഫേർണിച്ചർ, കിച്ചൺ ഓൾഡ് ഐറ്റംസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു സ്ഥലം ഇതാണ്. ഇത് ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ ഏരിയയാണ്. ബസാറിൽ പോയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ ഹെയ്സൽ യൂട്യൂബ് കണ്ട് മദ്രസ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് യൂട്യൂബും കണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് ഞാൻ ഫിഷ് കറി ഉണ്ടാക്കി, തലക്കറിയാണ്, പുട്ടും ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ.